ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് കൂൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ വർഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. ചെറുത് ഒരെണ്ണൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ടേ. ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ, ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്തിട്ട്. അപ്പൊ നമ്മൾ അമ്പാടി കൂൺ കണ്ട സന്തോഷത്തിലാണ് കയ്യിലെടുത്തിട്ട് തൊട്ടും തലോടിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇത് വെള്ളത്തിൽ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് എങ്ങനെയാ കറി വെക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നാടൻ രീതിയിലുള്ള കറികളൊക്കെയാണ് കേട്ടോ നമ്മളെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പടങ്ങളൊട്ടും തന്നെ ഇല്ലാതെ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമ്മൾ കൂണി 2-3 വർഷം നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചട്ടിയിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് അധികം തന്നെ ചെറിയുള്ളി എടുത്തോളൂ. ഇതിൽ വേറെ സവാളയൊന്നും ചേർക്കുന്നില്ല കേട്ടോ, ചെറിയുള്ളി മാത്രമാണ് ചേർക്കുന്നത്. അപ്പൊ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. പിന്നെ ഇതിലേക്ക് 2-3 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിൽ ഇടാൻ മറക്കരുതേ. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാട്ടോ. ഇതെല്ലാം എന്തിനാ പറയുന്നത്, ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നതല്ലേ എന്ന് പറയുന്നവരുണ്ടാവും കേട്ടോ. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നവരൊന്ന് ക്ഷമിച്ചേക്കിട്ടോ. തുടക്കക്കാരായ പാചകക്കാർക്ക് വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. അപ്പൊ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കൂണിട്ട് കൊടുക്കാം. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ചാറ് വേണമെന്നുള്ളവര് വെള്ളം ചേർത്തോളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഇതിലേക്ക് ഒരു കുഞ്ഞ് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ഇതിൽ തനിയെ വെള്ളം വരുവേ. അപ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഒരു 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ടേ. അപ്പം നമ്മൾ കൂണൊക്കെ നല്ലപോലെ വെന്ത് വന്ന് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇനി കൂൺ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.